ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. എല്ലാവർക്കും എന്റെ വക ഓണാശംസകൾ നേരിട്ട് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞാൻ. ഓക്കെ, എല്ലാവർക്കും ഒരുപാട് ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. വെരി 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 ഹാപ്പി ഓണം. എല്ലാവരും നന്നായിട്ട് ആഘോഷിക്കുക, എൻജോയ് ചെയ്യുക. ആൻഡ് എല്ലാവർക്കും ഒരുപാട് ഐശ്വര്യങ്ങളും സമൃദ്ധിയും എല്ലാം ഈ ഒരു വർഷം കൊണ്ടുവരട്ടെ. ഇനി ഓണത്തിന്റെ ഒരുക്കങ്ങളിൽ എല്ലാവരും ബിസി ആയിരിക്കും അറിയാം. ഇപ്പൊ എത്ര പേര് റീഡിംഗ് കാണുന്നു അറിയില്ല, ബട്ട് എന്തായാലും ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ചെയ്യാം. ഓക്കെ, എന്നെ ഫോക്കസ് ചെയ്ത് വെച്ച് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഞാനിവിടെ വെച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പൊ തന്നെ അപ്ലോഡ് ചെയ്യാൻ റെഡിയാക്കാം. ഓക്കെ, എല്ലാവർക്കും ഓണത്തിന്റെ ദിവസം ഇപ്പൊ നമുക്കിന്ന് ഒരുപാട് നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങള്, ടെൻഷൻ എല്ലാം മാറ്റിവെച്ച് ഇപ്പൊ തൽക്കാലം നമുക്ക് ദൈവത്തിന്റെ കിട്ടിയ ബ്ലെസ്സിങ്സിനെ നമുക്ക് ഒരുപാട് നന്ദി പറയാം. അതിനൊക്കെ സ്വീകരിക്കാൻ ഇനി വരാൻ പോകുന്ന ബ്ലെസ്സിങ്സിനെ നമുക്ക് സ്വീകരിക്കാൻ തയ്യാറാവാം. എന്ത് തന്നെ വിഷമമുണ്ടെങ്കിലും ശരി, ഇന്നത്തെ ദിവസം മാക്സിമം നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്യുക. എനിക്കതാണ് വേണ്ടത്. നിങ്ങളോട് നേരിട്ടാവുന്നു വന്ന് പറയണമെന്നുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഹാപ്പി ഓണം. താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ റീഡിംഗ് തുടങ്ങാം. ഇന്നത്തെ ഇന്ന് ചെയ്യാൻ പോകുന്ന ജസ്റ്റ് നമ്മുടെ നോർമൽ ഗൈഡൻസ് മെസ്സേജ് മാത്രമാണ് ഇന്ന് എടുക്കുന്നത്. ആൻഡ് 3 പൈല് ഞാൻ ഫോട്ടോ ഫ്രണ്ടിൽ തന്നെ കൊടുത്തിരുന്നു. ആദ്യത്തെ പൈൽ ചെത്തി പൂവിന്റെ ആണ്, രണ്ടാമത്തത് മുല്ലപ്പൂവാണ്, മൂന്നാമത്തത് ശംഖുപുഷ്പമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാ പൂവെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്പർ വെച്ചിട്ട് 1, 2, 3 എന്ന നമ്പർ വെച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാൻ ഇതിലിവിടെ റീഡിങ്ങിന്റെ ഇപ്പം ഞാൻ ഇതിനു വേണ്ടി ഇവിടെ സാധനങ്ങളൊന്നും വെച്ചിട്ടില്ല. നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ ഞാൻ 1, 2, 3 എന്നുള്ളത് ഞാൻ കൊടുക്കാം. ഓക്കെ, ഓരോ പൈലിന്റെ റീഡിങ്ങിന്റെ സമയത്തും സിമ്പിൾ ആയിരിക്കും. ഒരുപാട് ഡെപ്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ഗൈഡൻസ് യൂണിവേഴ്സ് എന്താണ്, നിങ്ങൾക്ക് എന്ത് അനുഗ്രഹമാണ്, ഒരു 3 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് ഇപ്പം ഈ ഓണത്തിന് ശേഷം നമുക്ക് കണക്കാക്കാം. ഓക്കെ, ഈ ഓണത്തിന് ശേഷം നമ്മൾക്ക് എന്താണ് യൂണിവേഴ്സ് നമുക്ക് ബ്ലെസ്സിങ്സ് തരാൻ പോകുന്നത്, 3 അനുഗ്രഹങ്ങൾ എന്തായിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അതിപ്പോൾ എന്ത് കാര്യമാവാം, ജസ്റ്റ് നോക്കാം നമുക്ക്. ഓക്കെ, ഞാൻ അധികം പറഞ്ഞു നീട്ടുന്നില്ല എന്ന്. ഓക്കെ, നമുക്ക് 3 പൈല് ഉണ്ട്. ഫസ്റ്റ് പൈൽ ചെത്തിയുടെ ചൂസ് ചെയ്ത ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് റീഡിംഗ് എടുക്കാം. നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന 3 കാര്യങ്ങൾ എന്തായിരിക്കും എന്ന് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. റൈറ്റ്നെസ്, ഫുൾ കാർഡ് ആൻഡ് ദ ക്രിയേറ്റർ എന്ന് പറയുന്നുണ്ട്, അവയർനെസ്. ഓക്കെ, ഗുഡ് ഗൈഡൻസ്. ഓക്കെ, ചിലവർക്ക് ഇവിടെ കാണുന്നത് നിങ്ങൾ പൈൽ 1 ചൂസ് ചെയ്ത ആൾക്കാർക്ക്, ചെത്തി പൂവ് ചൂസ് ചെയ്ത ആൾക്കാർക്ക് നിങ്ങൾക്ക് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് കിട്ടും എന്ന രീതിക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത കാര്യങ്ങളുടെ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടാൻ തുടങ്ങും എന്ന രീതിയിൽ. ഓക്കെ, റൈറ്റ്നെസ് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ പഴങ്ങൾ എന്താ പറയുക, പഴുക്കുക എന്നല്ലേ നമ്മൾ ഉദ്ദേശിക്കുക അല്ലേ? സോ ആ മീനിങ് വെച്ച് നിങ്ങൾ ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് നിങ്ങൾ ചെയ്ത കാര്യങ്ങളുടെ നല്ലൊരു ഫലം നിങ്ങൾക്ക് കിട്ടാൻ തുടങ്ങും, മധുരമുള്ള ഫലം കിട്ടാൻ തുടങ്ങും എന്ന് പറയാം. ഓക്കെ, റിസൾട്ട്സ് വരാൻ തുടങ്ങും. ചിലപ്പോൾ നിങ്ങൾ കുറേ ആയിട്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവാം. അപ്പം നമ്മൾ അതിൽ ഒരു ഫലങ്ങൾ കണ്ടു തുടങ്ങും എന്ന രീതിക്ക് പറയാം. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് നടക്കും എന്ന രീതിക്ക് നമുക്ക് പറയാം. ആൻഡ് ഇവിടെ രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്കൊരു പുതിയ തുടക്കം എന്ന രീതിക്ക് പറയുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ തന്നെ ഒരു തുടക്കം കുറിക്കുന്നതായിട്ട്. ഓക്കെ, നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് എന്തോ ഒരു റിസ്ക് എടുത്തിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്കത് റിസ്ക് ആയിട്ട് തോന്നാം, പക്ഷെ അത് നല്ലതിനായിരിക്കും എന്നാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ അതിനെ കുറിച്ച് പേടിക്കുന്നുണ്ടാവും. ദാറ്റ് ഞാനിത് ചെയ്തു കഴിഞ്ഞാൽ ശരിയാവോ ഇല്ലേ എന്നുള്ള ഒരു പേടി നിങ്ങൾ എന്തെങ്കിലും പിടിച്ച് പിന്നോട്ട് വലിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് ചില കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ ഒന്ന് റിസ്ക് എടുത്തിട്ടായാലും നമ്മൾ ചെയ്യണം എന്ന രീതിക്കാണ്. ഓക്കെ, സോ ആ രീതിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ഫുൾ കാർഡ്, നിങ്ങൾ ഒരു പുതിയ തുടക്കം വരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. അതിപ്പോൾ ഏത് കാര്യമാവട്ടോ, പഠിക്കാനായാലും ജോലിക്കായാലും ഒരു സ്ഥലം മാറ്റമായാലും നിങ്ങളുടെ ലൈഫിൽ എന്ത് തന്നെ ഒരു മാറ്റം വരുത്തുണ്ടെങ്കിലും, ജസ്റ്റ് നമ്മുടെ ചിന്തകളുടെ മാറ്റം ഞാൻ പറയാറുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളായാലും ശരി, ഒരു ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു പുതിയ ഒരു കാര്യം തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, പഠിക്കാനായിരിക്കാം, കൂടുതൽ കാര്യങ്ങളും പഠിച്ച് മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളായിരിക്കാം. ഓക്കെ, ഈവൻ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലുമായിട്ട് മുന്നോട്ട് പോകണോ റിലേഷൻഷിപ്പിൽ എന്നാണെങ്കിൽ അതിൻ്റെ ആവാം. ഓക്കെ, ആൻഡ് ഇവിടെ ക്രിയേറ്റർ ആണ് 3ാമത്തെ കാര്യം നിങ്ങൾക്ക് പറയുന്നത്. യൂണിവേഴ്സിന്റെ ഗൈഡൻസ് വരുന്നതായിട്ടാണ്. ഓക്കെ, ഒന്ന് നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന തരത്തിൽ എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ സ്പിരിച്വൽ ഗ്രോത്ത് വരുന്നുണ്ടാവാം നിങ്ങൾക്ക്.
വളരെയധികം ബ്ലെസ്സിങ്സ് വരുന്നതായിട്ടും പറയാം. ആൻഡ് യൂണിവേഴ്സ് നിങ്ങളെ വഴി കാണിക്കും എന്ന രീതിക്ക്. ഓക്കെ, യൂണിവേഴ്സ് തന്നെയാണ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്. അവയർനെസ് വരുന്നു ആൻഡ് ഗൈഡൻസ് വരുന്നു. മൂന്നും വളരെ സിമിലർ ആണ്, ഐ മീൻ കണക്റ്റഡ് ആണ് കാർഡ്സ്. അതായത് യൂണിവേഴ്സുമായിട്ട് കണക്ട് ആയിട്ടുള്ള കാർഡ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്കൊരു സ്പിരിച്വൽ അവേക്കനിങ് വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കുറെ കൂടി നമ്മൾ സ്പിരിച്വൽ അവേക്കൻ ആകുമ്പോൾ ഞാൻ പറയാറുണ്ട്, നമ്മൾ സറണ്ടർ ചെയ്യും യൂണിവേഴ്സിന്, അല്ലെ? എന്ത് തന്നെ നടന്നാലും നമുക്ക് ഈ ഫുൾ കാർഡിന്റെ കാര്യം പറയുന്ന പോലെ നമ്മൾ റിസ്ക് എടുത്ത് എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്കറിയില്ല മുന്നോട്ട് എന്താ നടക്കാൻ പോകണമെന്ന് നമുക്ക് ഫുള്ളായിട്ട് അറിയില്ല. ബട്ട് എന്നാലും നമ്മൾ ചെയ്യാൻ തയ്യാറാവും, കാരണം നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്ന യൂണിവേഴ്സിനെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് യൂണിവേഴ്സ് നിങ്ങളെ ഗൈഡ് ചെയ്യും. അതിന് നിങ്ങൾ മെഡിറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. കുറച്ചുകൂടി ഐ തിങ്ക് സ്പിരിച്വൽ ആവുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ ഒരു പൈല്. ഓക്കെ, ഈ കാര്യങ്ങൾ കാണുമ്പോൾ ഓക്കെ നിങ്ങൾക്ക് അവയർനെസ് കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾ യൂസ് ചെയ്യാൻ തുടങ്ങും. ആക്ച്വലി യൂസ് ചെയ്യൂ എന്നുകൂടിയാണ്. നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻസ് കിട്ടുന്നുണ്ടാവും ഓൾറെഡി. ഓക്കെ, അത് നിങ്ങൾ വിശ്വസിക്കാം. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഒരു കാര്യം നമ്മൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കാര്യം ആരെങ്കിലും നമ്മളോട് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുമ്പോൾ ഫസ്റ്റ് വരുന്ന നമ്മുടെ മനസ്സിലൊരു തോന്നൽ. ഓക്കെ, അതാണ് നമ്മുടെ ഇൻറ്റ്യൂഷൻ എന്ന് പറയാം. ഓക്കെ, അതിനെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യില്ല, കാരണം നമ്മൾ യൂണിവേഴ്സിലെ ട്രസ്റ്റ് ആണ്. ഓക്കെ, എനിക്ക് കാണിച്ചു തരുന്നത് കറക്റ്റായിട്ട് എന്തോ ഒരു യൂണിവേഴ്സ് കാണിച്ചു തരുന്നതാണ് എന്നുള്ള ട്രസ്റ്റാണ് അവിടെ. ഓക്കെ, ആൻഡ് യൂണിവേഴ്സിന്റെ ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടാണ്. മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാനായിട്ട് നല്ലോണം പറയുന്നുണ്ട്. നിങ്ങളുടെ ഗൈഡൻസ് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും എന്നാണ് പറയുന്നത്. ഓക്കെ, സോ അതൊരു ബ്ലെസ്സിങ് ആയിട്ട് നിങ്ങൾക്ക് വരുന്നുണ്ട്. ആൻഡ് മെയിൻ കാര്യം ഇവിടെ ഐ തിങ്ക് നിങ്ങൾ ആഗ്രഹിച്ച എന്തെങ്കിലും നടക്കും. കുറേ ആയിട്ട് എഫേർട്ട് ഇട്ട കാര്യത്തിൻ്റെ ഒരു റിസൾട്ട് കാണാൻ തുടങ്ങും എന്ന രീതിക്ക് പറയാം. ഓക്കെ, ചിലവർക്ക് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓക്കെ നല്ല നല്ല കാര്യങ്ങൾ നടക്കുന്നതായിട്ട്, ചിലപ്പോൾ അത് ഒരു ഗിഫ്റ്റായിട്ടോ സാധനങ്ങളായിട്ടോ വേണം എന്നില്ല. ഓക്കെ, നിങ്ങൾ ചെയ്ത കാര്യത്തിൻ്റെ അപ്രീസിയേഷൻ വരിക, ആ രീതിക്കൊക്കെ പറയാം. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ ഒരു മാറ്റം വരുന്ന പോലെയാണ് എനിക്ക് ഈ കാർഡ് കാണുമ്പോൾ തോന്നുന്നത്. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ചേഞ്ചസിനെ കുറിച്ചായിരിക്കാം. ഓക്കെ, അക്സെപ്റ്റൻസ് ആൻഡ് എൻലൈറ്റൻമെന്റ് ആൻഡ് പേഴ്സണൽ എന്താ ഞാൻ പറഞ്ഞത്, പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ. നിങ്ങളിലാണ് മാറ്റം വരുന്നത്. യൂണിവേഴ്സ് ഐ തിങ്ക് നിങ്ങളിൽ തന്നെ വരുന്ന ചേഞ്ചസിന്റെ കാര്യമാണിത്. ഓക്കെ, ആൻഡ് ഇവിടെ അക്സെപ്റ്റൻസ് എന്ന് പറയുന്നുണ്ട്. എന്താണോ സറണ്ടറിങ് എന്ന രീതിക്ക് പറയാം നമുക്ക്. യൂണിവേഴ്സ് എന്താണോ തരുന്നത് അതിൽ നമ്മൾ എന്താണോ ചെയ്യുന്നത്. ഓക്കെ, മോശം സമയം വന്നാലും ശരി, സന്തോഷം വന്നാലും ശരി, എന്ത് തന്നെ വന്നാലും ശരി, നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്ത് അതിലൊന്നും നമ്മൾ ഒരുപാട് ഓവർ എക്സൈറ്റഡും ആവില്ല, ഒരുപാട് വിഷമിക്കില്ല, ആ രീതിക്ക് ഓക്കെ മുന്നോട്ട് പോകുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. എൻലൈറ്റ്മെന്റ് അഗെയിൻ സെയിം തിങ്, സെയിം കാർഡ്. നിങ്ങൾക്ക് സ്പിരിച്വൽ ആവാൻ ഓൾറെഡി നിങ്ങൾ ആവുന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. ഇല്ല എന്നുണ്ടെങ്കിൽ പ്രാക്ടീസിങ് തുടങ്ങാം. ഓക്കെ, നിങ്ങൾ ചക്ര ബാലൻസിങ് മെഡിറ്റേഷനും എന്താ പറയുക മെഡിറ്റേഷൻ ആയിട്ടെങ്കിലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അത് നിങ്ങളെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് എന്നാണ് കാണുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് പൈൽകാർക്ക് ഇതാണ് നമ്മുടെ ചെത്തി ചൂസ് ചെയ്തവർക്ക് ഇതാണ് വരാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് പൈൽ 2 പോവാം. ഇതൊന്ന് ലേശം ലേറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഇന്ന് അപ്ലോഡ് വരുന്നത്, കാരണം ഞാൻ ഓൾറെഡി റെക്കോർഡിങ് തന്നെ ലേറ്റ് ആണ്. ഞങ്ങൾക്ക് ഓണം ആയിട്ടില്ല, ആവുന്നേ ഉള്ളൂ. ഞങ്ങളുടെ രാത്രിയാണ് ഇപ്പോൾ. ഓക്കെ, ശരി. സെക്കൻഡ് പൈൽ മുല്ലപ്പൂ ചൂസ് ചെയ്ത ആൾക്കാർക്ക് എന്താ വരാൻ പോകുന്നത്? മുല്ലപ്പൂ ചൂസ് ചെയ്ത ആൾക്കാർക്ക്, സെക്കൻഡ് പൈൽകാർക്ക് നിങ്ങൾക്ക് എന്താണ് വരാൻ പോകുന്നത്? നിങ്ങളുടെ ലൈഫിൽ 3 കാര്യങ്ങൾ വരാൻ പോകുന്നത് എന്തൊക്കെയാണ്? ചേഞ്ച് വരുന്നുണ്ട്. ഓക്കെ, അഡ്വെഞ്ചർ വരുന്നുണ്ട് ആൻഡ് ഫ്ലവറിങ് വരുന്നുണ്ട്. വെരി നൈസ്. ആൻഡ് ക്രിയേറ്റിവിറ്റി, വെരി ഗുഡ്. കറേജ്, awesome. ഓക്കെ, ഇവിടെ മാറ്റങ്ങൾ കാണുന്നുണ്ട്. മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഏത് തരത്തിലും ആവാം. സ്ഥലം മാറ്റാവാം, നമ്മുടെ വേൾഡ് കാർഡ് വീൽ ഓഫ് ഫോർച്യൂൺ ആ രീതിക്കൊക്കെ എടുക്കാം. ഓക്കെ, മോശം സമയമായിരുന്നെങ്കിൽ ഇനി നല്ലത് വരുന്നു എന്ന രീതിക്ക്. ഓക്കെ, നല്ലത് വരാൻ പോകുന്നു, നിങ്ങൾക്ക് ലക്ക് നിങ്ങളുടെ ഭാഗത്തേക്ക് വരാൻ പോകുന്നു എന്ന് പറയും. നമ്മൾ കുറേ സൈക്കിൾസ് എൻഡായിട്ട് നിങ്ങൾക്കൊരു ചേഞ്ചസ് വരുന്നു നിങ്ങളുടെ ലൈഫിൽ എന്ന രീതിക്ക് നമ്മൾ പറയാറുണ്ട്. ചിലവർക്ക് യാത്ര എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. വേൾഡ് കാർഡിൻ്റെ രൂപത്തിലും നമുക്ക് ഇതിനെ ചൂസ് ചെയ്യാം. വേൾഡ് കാർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ട്രാവലിംഗ് പറയാറുണ്ട്. ഓക്കെ, യാത്ര, മാറ്റങ്ങൾ, സ്ഥലം മാറ്റം, ജോലി മാറ്റം, എന്തെങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾ, എന്തെങ്കിലും ഒരു ചേഞ്ച്. ചിലപ്പോൾ ചെറിയ കാര്യങ്ങളായിരിക്കാം, ചിലപ്പോൾ വലിയ കാര്യങ്ങളായിരിക്കാം. ഓക്കെ, ഓരോരുത്തരെയും നിങ്ങളുടെ ലൈഫ് അനുസരിച്ച് നിങ്ങൾ നോക്കാം. എന്തോ ഒരു മാറ്റം പക്ഷെ വരാം. ആൻഡ് പോസിറ്റീവായ മാറ്റമാണ്. ഓക്കെ, അല്ലാതെ ഇത് നെഗറ്റീവ് അല്ല ഒരിക്കലും. ഇത് പോസിറ്റീവായ ചേഞ്ചസ് ആണ്. വീൽ ഓഫ് ഫോർച്യൂണും നമ്മുടെ വേൾഡ് കാർഡും രണ്ടും പറയുന്നത് നമ്മളൊരു പുതിയ തുടക്കം, ഒരു പുതിയ ഒരു ചേഞ്ച് എന്ന രീതിക്കാണ് നമ്മൾ പറയുക. ആൻഡ് ഈ ഒരു മാറ്റം മേ ബി ഇപ്പോൾ ജോലി സ്ഥലത്തേക്ക് ജോലിയൊക്കെ കിട്ടി നിങ്ങൾ പോവുകയാണ്, അല്ലെങ്കിൽ അബ്രോഡ് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ മാറ്റമായിരിക്കാം. ഓക്കെ, ജോലി മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പുതിയ വേറെ ജോലി കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുന്നു. ലൈഫിൽ തന്നെ വേറെ പല കാര്യങ്ങളിൽ നിങ്ങൾ മാറ്റം വരുത്തുന്നു എന്നൊക്കെ ആയിരിക്കാം. ഓക്കെ, ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നു എന്നാണ് പറയുന്നത്. ആൻഡ് അഡ്വെഞ്ചർ ആണ് ആക്ച്വലി. ഈ മാറ്റവും ഇതും തമ്മിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടും പറയാം. നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു
അഡ്വഞ്ചറിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ഓക്കെ, ജീവിതം തന്നെ ഒരു അഡ്വഞ്ചറായിട്ട് നിങ്ങൾ എടുക്കുക. ഓക്കെ, മാറ്റങ്ങളെ ഒരിക്കലും പേടിക്കേണ്ട, അങ്ങനെ പറയാം. ഓക്കെ, മാറ്റങ്ങൾ വരുമ്പോൾ പേടിക്കേണ്ട കാര്യമില്ല. ഈവൻ മോശം സമയം വന്നാലും ശരി, അല്ല നിങ്ങളിപ്പോൾ സ്ഥലം മാറിയൊക്കെ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പുതിയ സ്ഥലത്ത് പോയി എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും എന്നൊക്കെ നമ്മുടെ മനസ്സിൽ പേടി ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ ഒരു പുതിയ കാര്യം തുടങ്ങുമ്പോൾ നമുക്കിത് എങ്ങനെയാവും എന്നുള്ള ആ ഒരു ആങ്സൈറ്റി അല്ലേ, അതൊന്നും വേണ്ട. ഓക്കെ, അഡ്വഞ്ചറായിട്ട് കണ്ട് നിങ്ങൾ മുന്നോട്ട് പോവാം. ഓക്കെ, നമ്മൾ അറിയാത്ത കാര്യങ്ങളായിരിക്കാം, അറിയാത്ത വഴികളായിരിക്കാം, ബട്ട് സാരമില്ല, എല്ലാം നമുക്ക് ഒരു നമ്മൾ പറയില്ലേ, എല്ലാം ഒരു രസകരമായിട്ട് നമ്മൾ അതിനെ എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകുന്ന രീതിയിൽ എടുക്കാം. അതിൽ നിന്ന് നമുക്ക് വഴിയിൽ കുറേ പഠിക്കാനുണ്ടാവും, കുറേ അനുഭവിക്കാനുണ്ടാവും. ആ അനുഭവങ്ങൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്ന രീതിക്കാണ്. സോ അത് അഡ്വഞ്ചറായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാം. ഓക്കെ, മേലെയും താഴെയും അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ വന്നുകൊണ്ടിരിക്കും, പക്ഷേ ഒരു റോളർ കോസ്റ്റർ റൈഡ് ഒരു ഇതായിട്ട് നിങ്ങൾ എടുക്കാം. ഓക്കെ, ഇത് രണ്ടും കാണുമ്പോൾ യെസ്, റോളർ കോസ്റ്റർ റൈഡ്. ഓക്കെ, ഫ്ലവറിങ് എന്ന് പറയുന്നത് ചിലവർക്ക് അഗൈൻ നിങ്ങളുടെ ലൈഫിൽ വളരെ മനോഹരമായ സമയങ്ങൾ വരുന്നു എന്ന രീതിക്ക് പറയാം. നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് പറയാം. ഇവിടെ വേറൊരു കാര്യം എനിക്ക് മെയിൻലി ഫോക്കസ് തോന്നുന്നത്, എന്തുകൊണ്ടോ എനിക്കിവിടെ ഒരു പ്രഗ്നൻസിയുടെ കാര്യം ഫീൽ ചെയ്യുന്നുണ്ട്. മേ ബി ലേഡീസിന് ആർക്കെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ വല്ല കുട്ടികൾ അങ്ങനത്തെ കാര്യങ്ങൾ, പ്രഗ്നൻസി അങ്ങനത്തെ കാര്യങ്ങൾ വരാനുള്ള സാധ്യതയാണ്. ലേഡീസിനാണെങ്കിൽ മേ ബി നിങ്ങളുടെ പ്രഗ്നൻസിയോ അങ്ങനത്തെ കാര്യങ്ങളോ വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ചിലവർക്ക് ജസ്റ്റ് നിങ്ങളുടെ ലൈഫിൽ വളരെ നല്ല ഒരു കാലം വരുന്നു. ഓക്കെ, അപ്പം അത് നല്ലൊരു കാലത്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പൂക്കൾ വരിക എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കും, നല്ല സന്തോഷമായിട്ടിരിക്കും എന്ന രീതിക്കൊക്കെ പറയാം. ഓക്കെ, ആൻഡ് ഇവിടെ ഇത് കണക്ട് ചെയ്തിട്ട് എനിക്ക് കിട്ടിയത് ക്രിയേറ്റിവിറ്റി ആൻഡ് കറേജ് ആണ്. യെസ്, നിങ്ങൾ ഇവിടെ എന്തെങ്കിലും മുന്നോട്ട് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുമ്പോൾ നിങ്ങളോട് ഗൈഡൻസ് പറയുന്നത് കറേജ് വെച്ച് നിങ്ങൾ മുന്നോട്ട് പോകാനാണ്, ധൈര്യം വെച്ച് മുന്നോട്ട് പോവുക. ആൻഡ് നിങ്ങൾ ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്യാൻ പറയുന്നുണ്ട്, ചിലപ്പോൾ അതിൻ്റെ ഫ്ലവറിങ് ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് മുന്നോട്ട് നല്ല രീതിയിൽ പോകുമെന്ന് എന്നായിരിക്കും. ഓക്കെ, അതായത് നിങ്ങൾക്ക് ചില കഴിവുകൾ ഉണ്ടാവും, നിങ്ങളുടെ ടാലൻസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം. ആ ടാലൻസിനെ ഡെവലപ്പ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകും എന്ന രീതിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ അതും ഒരു അഡ്വൈസ് ആയിരിക്കാം നിങ്ങൾക്ക്. അതും നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് ടാലൻസിനെ ഡെവലപ്പ് ചെയ്ത് മേ ബി നല്ലൊരു എന്താ പറയുക, ഈവൻ ഏർണിംഗ് വഴിയെ കൂടിയായിട്ട് ചിലപ്പോൾ അത് മാറുമായിരിക്കും. ഓക്കെ, നിങ്ങളെ ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ക്രിയേറ്റീവ് പവേഴ്സ് അല്ലേ. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഗണേശ മെസ്സേജ് കൂടി എടുത്തേക്കാം. യൂണിവേഴ്സ് വേറെ എന്തെങ്കിലും പറയുന്നുണ്ടോ? സ്പിരിച്വൽ പ്രാക്ടീസസ് പറയുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇന്നസെൻസ് അഗെയിൻ നേരത്തെ വന്നാണ് പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, അഗെയിൻ സെയിം തിങ് ആണ് ഇവിടെ. ഇത് ഇന്നസെൻസ് പറയുമ്പോൾ ഇപ്പോൾ അഗെയിൻ എനിക്ക് കുട്ടികളുടെ കാര്യം വീണ്ടും ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ചിലവർക്ക് പ്രഗ്നൻസിയുടെ കാര്യമായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ വളരെ മേ ബി ഒരു നിങ്ങളെപ്പോഴും പ്യുവർ ഒരു ഫോമിൽ ഇരിക്കുക എന്ന രീതിക്കുമായിരിക്കാം യൂണിവേഴ്സ് പറയുന്നത്. അതായത് മറ്റുള്ളവർ ചിലപ്പോൾ നിങ്ങളെ വേദനിപ്പിക്കും, നിങ്ങളെ ഹേർട്ട് ചെയ്യുന്നുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ ഒരിക്കലും തിരിച്ച് പക്ഷെ അവരെ വേദനിപ്പിക്കാനോ വേറൊരു കാര്യം നിങ്ങൾ ഒരിക്കലും ശ്രമിക്കരുത്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ഇന്നസെൻസ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാം എന്നൊരു കാര്യമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അതാണ് ദൈവത്തിന് ഇഷ്ടവും. നിങ്ങളുടെ ഒരു പോസിറ്റീവ് കാര്യം അതാണ് ശരിക്കും. ഓക്കെ, അതായത് നിങ്ങൾ വളരെ പ്യുവർ ഹാർട്ടഡ് ആണ്. നിങ്ങൾ വേറെ ആള് എത്ര നിങ്ങളെ വേദനിപ്പിക്കുന്ന ആളാണെങ്കിൽ പോലും നിങ്ങൾ തിരിച്ച് അവരെ വേദനിപ്പിക്കില്ല. ഓക്കെ, ആ രീതിക്കുള്ളൊരു വ്യക്തിയായിരിക്കാം. ചിലപ്പോൾ ഇത് ഒരുപാട് പക്ഷെ മറ്റുള്ളവരെ നിങ്ങൾ അഡ്വാൻറ്റേജ് എടുക്കാൻ വിടരുത് കേട്ടോ, അതുകൊണ്ട് സൂക്ഷിക്കണം. ഓക്കെ, നിങ്ങൾ അങ്ങനെ തന്നെ ഇരിക്കണം. യെസ്, പക്ഷെ നമ്മൾ പറയില്ല, മനസ്സിലാക്കി നിൽക്കുകയും വേണം ചില കാര്യങ്ങൾ. സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്യാൻ പറയുന്നുണ്ട് നിങ്ങളോട്. നല്ലോണം പ്രാർത്ഥന അതൊക്കെ കൊണ്ടുവരിക നിങ്ങൾ. ഓക്കെ, അത് നിങ്ങളെ വഴിയിൽ ഹെൽപ്പ് ചെയ്യും. ആക്ച്വലി ഇവിടെ ചേഞ്ചസ് വരുന്നുണ്ട് എന്നാണ് പറയുന്നത് അല്ലേ, മാറ്റങ്ങളാണ് ലൈഫിൽ വരുന്നത്. ആൻഡ് അഡ്വഞ്ചർ എന്ന് പറയുന്നുണ്ട്. സോ വഴിയിൽ നമുക്ക് എന്തെങ്കിലും പുതിയതായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വരുമ്പോൾ അതിനെ ഫേസ് ചെയ്യാൻ ധൈര്യം വേണം. ഓക്കെ, ആ ധൈര്യം വേണം. ആൻഡ് അതിന് നമ്മുടെ മനസ്സിനെ നമ്മൾ ധൈര്യപ്പെടുത്താൻ നമുക്ക് എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നത് ദൈവമാണ്. ഓക്കെ, അപ്പോൾ പ്രാർത്ഥന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ, ഇതൊരു അഡ്വൈസായിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, വരാൻ പോകുന്നത് നിങ്ങൾക്ക് എന്തൊക്കെയോ മാറ്റങ്ങളാണ് എന്നാണ് പറയുന്നത്, സമയത്തിന്റെ മാറ്റങ്ങൾ. ഓക്കെ, അത് നല്ല മാറ്റങ്ങളും ആയിരിക്കും. ഓക്കെ, ഫ്ലവറിങ്ങിലേക്കാണ് എത്തുന്നത്. സോ ഡോണ്ട് വറി. ഓക്കെ, പൈൽ 2 മുല്ലപ്പൂ ചൂസ് ചെയ്തവർക്കായിരുന്നു അത്. ഓക്കെ, ഞാനത് പറഞ്ഞില്ലേ ഒന്നും അല്ലേ, സോറി. ഓക്കെ, ഇനി പൈൽ 3ലേക്ക് പോകാം നമുക്ക്. പൈൽ 3 ലാസ്റ്റ് വൺ ശംഖുപുഷ്പമാണ്. ശംഖുപുഷ്പം ചൂസ് ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് എന്താ വരുന്നത് നോക്കാം. ഓക്കെ, പൈൽ 3 ശംഖുപുഷ്പം ചൂസ് ചെയ്തവർക്ക് നിങ്ങൾക്ക് എന്താ വരാൻ പോകുന്ന 2-3 കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ് വരാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ട്രാവലിംഗ് വരുന്നുണ്ട് നിങ്ങൾക്ക്, കോംപ്രമൈസ് വരുന്നുണ്ട്, ആൻഡ് ദ ഡ്രീം. വെരി ഗുഡ്. ഇവിടെ എക്സിസ്റ്റൻസ് ആൻഡ് അലോൺനെസ്. തണ്ടർബോൾട്ടും ഉണ്ട് ഇവിടെ. ഓക്കെ, നമുക്ക്
ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് തേർഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാർക്ക്, ശംഖുപുഷ്പം ചൂസ് ചെയ്ത ആൾക്കാർക്ക് ട്രാവലിംഗ് വരുന്നു എന്നാണ്. ഓക്കെ, ട്രാവലിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് യാത്ര, അഗെയിൻ മാറ്റങ്ങളുടെ കാര്യം, ചേഞ്ചസ്. ആക്ച്വലി ചില കാര്യങ്ങൾ ഓരോ പൈലും സിമിലറും ആണ്, നിങ്ങൾക്ക് മറ്റു പൈലും കാണാൻ തോന്നണു. ഓക്കെ, ഇവിടെ വരുന്നത് യാത്രകൾ എന്ന രീതിയിലാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ജോലിയുടെ കാര്യത്തിന് വേണ്ടി ട്രാവലിംഗ് വരുന്നു എന്നായിരിക്കാം, പഠിക്കാൻ വേണ്ടി നിങ്ങൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും സ്ഥലം മാറി പോകാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ ജോലിയുടെ കാര്യത്തിന് വേണ്ടി വെറുതെ ഒരു ട്രാവലിംഗ് അങ്ങനെയാവാം. ഓക്കെ, ആ രീതിക്കുള്ള അതൊരു യാത്രകൾ വരുന്നതായിട്ടാണ് കാണുന്നത്. അത് മാത്രമല്ല, എനിക്കിവിടെ കാർഡ് കാണുമ്പോൾ എവിടെയോ നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു യാത്ര എന്ന രീതിക്കും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറേ പ്രശ്നങ്ങളൊക്കെ ഉള്ള പോലെ അല്ലേ. ആൻഡ് ഇവിടെ ഫൈനലി ഒരു സൺ ഇവിടെ മേലെയുണ്ട്. സോ മേ ബി നിങ്ങളുടെ യാത്ര, ഓക്കെ, നിങ്ങളുടെ യാത്ര കുറെ കൂടി നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഒരു ലക്ഷ്യം വെച്ച് നിങ്ങൾ യാത്ര ചെയ്യൂ എന്ന് പറഞ്ഞ പോലെ നമുക്ക് എടുക്കാം. നിങ്ങൾക്ക് നല്ലതിലേക്ക് ഇവിടെ ആക്ച്വലി സണ്ണാണ് ഇവിടെ. ഓക്കെ, അപ്പോൾ സൺ എന്ന് പറയുമ്പോൾ ഇവിടെ വഴിയിൽ കുറേ എനിക്കിവിടെ മലയോ എന്തൊക്കെയോ ഒരു ഇങ്ങനെ ഇതൊക്കെ ആയിട്ടാണ് കാണുന്നത്. സോ അതൊക്കെ ഓവർകം ചെയ്ത് നിങ്ങൾക്ക് പോകാൻ സാധിക്കും നിങ്ങളെ മുന്നോട്ടുള്ള ഒരു ലൈഫ് എന്നാണ് പറയുന്നത്. ഓക്കെ, എത്ര പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ശരി, നിങ്ങൾക്ക് നല്ലത് വരും എന്ന രീതിയിൽ, ബ്ലെസ്സിങ്സ് വരും എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. ജീവിതയാത്രയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ യാത്ര, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ കോംപ്രമൈസ് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ഏതെങ്കിലും റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ വല്ലതും ചോദിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിന്റെ ഒരു കോംപ്രമൈസ് വരും എന്ന രീതിക്കാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലുമായിട്ട് എന്തെങ്കിലും തെറ്റിപ്പണങ്ങിയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എന്താ പറയുക, കോംപ്രമൈസ് നിങ്ങൾ തമ്മിലാവും എന്ന രീതിക്ക് എടുക്കാം. റീയൂണിയൻ അല്ലെങ്കിൽ ഒരു ആ രീതിക്ക് പറയാം, റീകോൺസിലേഷൻ വരുന്നു എന്ന് പറയാം. ചിലവർക്ക് ഇവിടെ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് കോംപ്രമൈസ് വേണ്ടി വരും എന്നും ആയിരിക്കാം. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ ചില കാര്യങ്ങളിൽ നിങ്ങൾ ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും എന്ന രീതിക്ക് ആയിരിക്കും. ഓക്കെ, അത് ചിലവർക്ക് അത് വേണ്ടി വരും. പക്ഷെ അത് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് മോശമൊന്നും വരില്ല. ഓക്കെ, കാരണം ചില സമയത്ത് നമ്മൾ അത് ചെയ്യേണ്ടി വരും അല്ലേ. സോ ഐ തിങ്ക് ഓക്കെ ആയിരിക്കും നിങ്ങൾ. ബട്ട് ചില കാര്യങ്ങൾ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കേണ്ടി വരും എന്ന രീതിക്കായിരിക്കും. അപ്പോൾ ആരോടെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ജീവിതത്തിൽ തന്നെ ചില കാര്യങ്ങൾ ഓക്കെ നിങ്ങളൊന്ന് വിട്ടുവീഴ്ച ചെയ്ത് കോംപ്രമൈസ് ചെയ്യേണ്ട ഒരവസ്ഥയായിരിക്കും. ബട്ട് യൂണിവേഴ്സ് പറയുന്നത് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ, പക്ഷെ നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചറിലേക്കാണ് നിങ്ങൾ പോകാൻ പോകുന്നത്. ചെറിയ ചെറിയ വിട്ടുവീഴ്ചകൾ വിട്ടുകളഞ്ഞേക്കാം. ഓക്കെ, അതിനെക്കുറിച്ച് കൂടുതൽ ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ എനിക്ക് റിലേഷൻഷിപ്പിനെ കുറിച്ച് സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലുമായിട്ട് പിണങ്ങി അങ്ങനെ മാറി നിൽക്കുന്ന അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ റീയൂണിയൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, കോംപ്രമൈസ് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഡ്രീം ആണ്. ആൻഡ് ഓക്കെ, അഗൈൻ സെയിം തിങ്, റീയൂണിയൻ്റെ കാര്യമാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല. ഇവിടെ ഒരു ആൾ ഇങ്ങനെ ഹഗ് ചെയ്ത് നിൽക്കുന്ന പോലെയാണ്. ആൻഡ് ഒരു ആൾ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ നിങ്ങളുടെ ഒരു ഡ്രീം, ഓക്കെ, നിങ്ങളുടെ ഒരു ഡ്രീം ഇപ്പോൾ ഒരു പേഴ്സണുമായിട്ട് ഒരു റീയൂണിയൻ ആണെങ്കിൽ അത് നടക്കുമെന്ന രീതിക്ക് കാണുന്നുണ്ട്. വളരെ ക്ലിയർ ആയിട്ടാണ് കാണുന്നത്. ആൻഡ് ഇവിടെ കോംപ്രമൈസിൻ്റെ കാര്യം കണ്ടു. സോ ആരെങ്കിലുമായിട്ട് നിങ്ങൾ അകന്ന് നിൽക്കുന്നു, ബ്ലോക്ക് ചെയ്ത് പോയി, അല്ലെങ്കിൽ സംസാരമില്ല, കോൺടാക്റ്റ് ഇല്ല, അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ വളരെ സ്ട്രോങ് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വരുമെന്ന് പറയാം. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു വ്യക്തി, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ലൈഫ് പാർട്ട്ണർ, മാരേജ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് വരും, അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി വരും, നിങ്ങൾക്കൊരു സോൾമേറ്റ് വരും എന്ന രീതിയിലൊക്കെ നമുക്ക് എടുക്കാം. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആക്ച്വലി നമ്പർ 6 ആണ്. 6 എന്ന് പറയുമ്പോൾ ലവ്, വീനസിൻ്റെ നമ്പറാണ്. അപ്പോൾ നമ്മൾ ലവ് എന്ന് പറയും. സോ നിങ്ങളുടെ ലൈഫിൽ ലവ് വരുന്നു എന്ന് പറയാം, സ്നേഹം വരുന്നു എന്ന് പറയാം. ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ഇത് നിങ്ങളുടെ ഒരു ആഗ്രഹമാണ്, നിങ്ങളുടെ ഒരു വളരെ കാലത്തെ ഒരു ആഗ്രഹമാണ്, അത് നടക്കാൻ പോകുന്നു എന്ന് പറയാം. ഓക്കെ, സോ 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന്, യാത്രകൾ, നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ യാത്രകൾ വേണ്ടി വരുമെന്നുണ്ട്. ചില കാര്യത്തിൽ നിങ്ങൾ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും, പക്ഷെ അതൊക്കെ ആവും. ഓക്കെ, അത് നല്ലതിനാണ് എന്നാണ് പറയുന്നത്. അല്പം വിട്ടുകൊടുക്കുന്നത് തെറ്റില്ല എന്ന രീതിയിൽ. ആൻഡ് നിങ്ങളുടെ ഒരു ആഗ്രഹം, നിങ്ങൾ വളരെ കാലമായിട്ട് ആഗ്രഹിക്കുന്ന, അതും സ്നേഹത്തിൻ്റെ കാര്യത്തിൽ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പേഴ്സൺ വരും നിങ്ങളുടെ ലൈഫിൽ എന്ന് കാണുന്നുണ്ട്. ആൻഡ് അലോൺനെസ് ആൻഡ് എക്സിസ്റ്റൻസ് ഉണ്ട് ഇവിടെ. ആക്ച്വലി നിങ്ങൾ ലേശം ഐ തിങ്ക് ഒറ്റപ്പെട്ടിരിക്കുന്ന പോലെയുണ്ട് ഇവിടെ അല്ലേ. നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുന്ന പോലെയുണ്ട്. യാത്രകളിലൊക്കെ നിങ്ങൾ ഒറ്റയ്ക്കാണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. ജീവിതത്തിൽ തന്നെ ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടാവാം. അതിൽ നിങ്ങൾക്കൊരു പേഴ്സൺ വരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് അത് മാത്രമല്ല, ഇവിടെ എക്സിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എവിടെയോ കുറെ കൂടി നിങ്ങൾ സ്പിരിച്വലി എല്ലാ ഫൈലിലും എനിക്ക് അത് കണ്ടിരുന്നു. ഇവിടെ സ്പിരിച്വൽ കണക്ഷൻസ് വരുന്നതായിട്ട് തോന്നുന്നുണ്ട് യൂണിവേഴ്സുമായിട്ട്. നിങ്ങൾ സറണ്ടർ ചെയ്യുന്ന പോലെ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് പക്ഷെ ലൈഫിലേക്ക് വേണ്ട ഒരു വ്യക്തിയെ നിങ്ങളുടെ ലൈഫിൽ ദൈവം യൂണിവേഴ്സ് ഒരു സോൾമേറ്റിനെ കൊണ്ടുതരുമെന്ന് പറയാം. ഓക്കെ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ. ഓക്കെ, എനിവേ എവിടെയും ഒരു നിങ്ങൾ തനിച്ചായി പോയി എന്ന് നിങ്ങൾ കരുതണ്ട ഒരിക്കലും. ഓക്കെ, യൂണിവേഴ്സിൻ്റെ നിങ്ങളുടെ കൂടെ ആൻഡ് നിങ്ങൾക്ക് ആവശ്യമുള്ള ഹെൽപ്പ് യൂണിവേഴ്സ് അയക്കുകയും ചെയ്യും. സറണ്ടർ, യെസ്, സറണ്ടർ, എല്ലാ എൻലൈറ്റൻമെൻറ്റ്. ഓക്കെ, ഇതെല്ലാ പൈലിലും വരുന്നുണ്ട്. അച്ചീവ്മെൻറ്റ്. ഓക്കെ, യെസ്.
ഇവിടെ അഗെയിൻ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് പേഴ്സണൽ അച്ചീവ്മെന്റ്സ് വരുന്നുണ്ട്. ഇപ്പോൾ ട്രാവലിംഗ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾസ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു ഫൈനൽ ഗോൾ നിങ്ങൾക്ക് എത്തും എന്നാണ് പറയുന്നത്. പോസിറ്റീവായിട്ട് ഇരിക്കൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. ആൻഡ് അതിൻ്റെ അച്ചീവ്മെന്റ്സ് നിങ്ങൾക്ക് വരുമെന്നാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾ എന്താണോ എന്ത് കാര്യത്തിലാണോ നിങ്ങൾ എഫേർട്ട് ഇടുന്നത്, ഓക്കെ, അത് നിങ്ങൾ സക്സസ് നിങ്ങൾക്ക് വരും. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ സക്സസ് വരും. ഓക്കെ, എന്ത് തന്നെ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും, ലൈഫ് എത്ര ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ശരി, യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് നല്ലത് വരാൻ പോകുന്നുണ്ട്, ബ്ലെസ്സിങ് വരാൻ പോകുന്നുണ്ട് എന്നാണ്. ആൻഡ് സറണ്ടർ ചെയ്യാൻ പറയുന്നുണ്ട് യൂണിവേഴ്സ്. ഞാൻ അതാ പറഞ്ഞത്, ഐ തിങ്ക് നിങ്ങൾ എവിടെയോ ഒരു സറണ്ടറിങ് മോഡിലേക്ക് ഓൾറെഡി എത്തിയിട്ടുണ്ടാവാം. ഐ തിങ്ക് എൻ്റെ ഈ ചാനലിൽ കാണുന്ന കുറേ പേരെങ്കിലും ഒരു സ്പിരിച്വൽ ഒരു പാത്തിലേക്ക്, കുറേയൊക്കെ ദൈവത്തിലേക്ക് വിശ്വാസം അങ്ങനെയൊക്കെ വന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. ഓക്കെ, എൻ്റെ ഇവിടെ സറണ്ടർ എന്ന് പറയുന്നത്. സോ നിങ്ങൾ തൽക്കാലം റിലാക്സ് ചെയ്യുക. ഓക്കെ, തനിച്ചായി പോയി എന്നൊന്നും നിങ്ങൾ ഒരിക്കലും കരുതണ്ട. റിലാക്സ് ചെയ്ത് വിടുക, യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക. എല്ലാം യൂണിവേഴ്സിന് ഇഷ്ടത്തിന് നടക്കട്ടെ എന്ന് വെക്കുക. ആൻഡ് അഗെയിൻ എൻലൈറ്റൻമെൻറ്റ് പറയുന്നുണ്ട്. സോ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ് നിങ്ങൾ വർദ്ധിപ്പിക്കുക. ഓക്കെ, സ്പിരിച്വൽ കണക്ഷൻസ് നിങ്ങൾ മെഡിറ്റേഷൻ ത്രൂ ഒക്കെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ലൈഫിൽ മുന്നോട്ട്. ഓക്കെ, നിങ്ങളുടെ ഒരു സ്ട്രെങ്ത് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഓൾമോസ്റ്റ് സിമിലർ കാര്യങ്ങളാണ് എല്ലാ പൈലിലും എനിക്ക് ഫീൽ ചെയ്തത്. സോ മറ്റു പൈലിൽ ഞാൻ റിലേഷൻഷിപ്പിൻ്റെ പറഞ്ഞില്ല, ബട്ട് എനിവേ ഇറ്റ്സ് ഓക്കെ. സോ എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. അപ്പോൾ എല്ലാവരും ഓണം നന്നായിട്ട് ആഘോഷിക്കുക, എല്ലാവരും എൻജോയ് ചെയ്യുക. ആൻഡ് ഇവിടെ വേറെന്താ പറയണ്ടേ, ഞാനല്ലേ ഇന്നിപ്പോൾ കൂടുതൽ ലെക്ചറൊന്നും പറയുന്നില്ല. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, എൻജോയ് ചെയ്യൂ. നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.